ഹലോ ട്രേഡേഴ്സ്, ഇന്ന് 3 ജൂലൈ ആണ്. മാർക്കറ്റ് ഓപ്പണായി വലിയൊരു ഗ്യാപ്പപ്പിലാണ് ഓപ്പണായത്. നമ്മൾ കഴിഞ്ഞ ദിവസം സംസാരിച്ചിരുന്ന റെസിസ്റ്റൻസ് ലെവൽ ബ്രേക്ക് ചെയ്തതിന് മുകളിലാണ് മാർക്കറ്റ് ഓപ്പൺ ആയിരിക്കുന്നത്. ഇവിടുന്ന് നല്ലൊരു എൻട്രി കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് 24,450 എന്ന് പറയുന്ന ഈ ഒരു ലെവലിലേക്കൊക്കെ ഒരു ടാർഗറ്റ് അപ്സൈഡിലേക്ക് കിട്ടാനുള്ള സാധ്യതയുണ്ട്. PCR നോക്കിക്കഴിഞ്ഞാൽ 1.4 ആണ്. ഹൈലി ബുള്ളിഷ് ആയിട്ടുള്ള ഒരു സെനേരിയോ ആണ് കാണിക്കുന്നത്. അപ്പോൾ നമ്മളിന്ന് ഒരു റീട്രേസ്മെൻറ്റ് ഓൾറെഡി വന്നു. 5 മിനിറ്റ്സിലേക്ക് വന്നു കഴിഞ്ഞാൽ വലിയൊരു ബിയറിഷ് ക്യാൻഡിലാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. പ്രോഫിറ്റ് ബുക്കിംഗ് ആയിരിക്കണം. നമുക്ക് ഈ ഒരു ഏരിയയിലേക്കൊരു റീട്രേസ്മെൻറ്റ് കിട്ടിയാൽ നല്ല രീതിയിലൊരു എൻട്രി അറ്റംപ്റ്റ് ചെയ്യാൻ പറ്റും. ഇവിടുന്ന് നമുക്ക് നമ്മളുടെ മെത്തേഡ് അനുസരിച്ചുള്ള ബിഹേവിയറൊക്കെ നോക്കിയതിന് ശേഷം ഈ ഒരു 400-450 ലെവലിലേക്കൊക്കെ ഒരു ട്രേഡ് ചിലപ്പോൾ അറ്റംപ്റ്റ് ചെയ്യാൻ പറ്റും. അതർവൈസ് റീട്രേസ്മെൻറ്റ് തന്നില്ല എന്നുണ്ടെങ്കിൽ നമുക്കവിടെ വേറെ റെഫറൻസ് ഒന്നുമില്ല, വേറെ ട്രെൻഡ് ലൈനൊന്നും ഉണ്ടാക്കാനുള്ള സമയമായിട്ടില്ല. ഈ ഒരു ഹൈ നമ്മൾ ഇന്നലെ ഡിസ്കസ് ചെയ്തതാണ്. ഇതിന് മുകളിലേക്കൊരു ബ്രേക്ക് ഔട്ട് കിട്ടിയാൽ നമുക്ക് അപ്സൈഡ് 400-500 ഒക്കെ പോസിബിൾ ആണെന്നുള്ള ഒരു എനിവേ നമുക്ക് വെയിറ്റ് ചെയ്യാം. തിരിച്ചിറങ്ങി ഇത് ഇവിടെ ഒന്ന് ടാപ്പ് ചെയ്തിട്ട് പിന്നെ റിവേഴ്സിൽ പോയി കഴിഞ്ഞാലും അനുകൂലമായിട്ട് നമുക്ക് കുറച്ചുകൂടി ഒരു ഡിസ്കൗണ്ടിൽ ബൈ ചെയ്യാൻ പറ്റും. ഇവിടെ ചെറിയൊരു റീട്രേസ്മെൻറ്റ് വന്നിട്ട് മാർക്കറ്റ് തിരിച്ച് റിയാക്ഷൻ തരുന്നുണ്ട്. ഇവിടെയും അത്യാവശ്യം നല്ല നമ്മുടെ സെറ്റപ്പിനനുസരിച്ചിട്ടുള്ള ഒരു റിയാക്ഷനാണ് പ്രീമിയത്തിൻ്റെ ചാർട്ടിലും കാണുന്നത്. ഈ റണ്ണിങ് ക്യാൻഡിൽ എങ്ങനെയാണ് ക്ലോസ് ചെയ്യുന്നത് നോക്കാം. ഓക്കെ, നമുക്കിവിടെ ഒരു ബ്രേക്ക് ഔട്ട് കിട്ടുന്നുണ്ട്. ഇതൊരു വോളിയം ക്യാൻഡിൽ ക്ലോസ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഇവിടുന്ന് ഒരു ലോങ് എൻട്രി അറ്റംപ്റ്റ് ചെയ്യാം. പ്രൈമറി ടാർഗറ്റ് നമുക്ക് 400 ഡേ ഹൈ ക്രോസ് ചെയ്ത് പോയാൽ ഈ ഒരു 450 ഒക്കെ അച്ചീവബിൾ ആണ്. ബട്ട് സ്റ്റിൽ നമുക്ക് നോക്കാം. ഇവിടെ ഒരു ബ്രേക്ക് ഔട്ട് നമുക്ക് കിട്ടുന്നുണ്ട്. ഇതൊരു പ്രോപ്പർ ട്രെൻഡ് ലൈനൊന്നുമല്ല, ബട്ട് സ്റ്റിൽ നമുക്ക് അപ്സൈഡിലേക്ക് ഒരു റെഫറൻസിന് വേണ്ടിയിട്ട് വരച്ചതാണ്. പ്രീമിയത്തിൽ നല്ലൊരു മൂവ്മെൻറ്റ് കിട്ടുന്നുണ്ട്. ഈ ആപ്പിന് മുകളിലേക്ക് പ്രീമിയം ട്രേഡ് ചെയ്ത് തുടങ്ങിയിട്ടുണ്ട്. നല്ല വോളിയം ഇൻക്രീസ് ആയി വരുന്നുണ്ട്. ഈ വോളിയം ഒരു നല്ല രീതിയിലൊരു വ്യത്യാസം വന്നാൽ നമുക്ക് കോൺഫിഡൻ്റ് ആയിട്ട് തന്നെ ഒരു എൻട്രി എടുക്കാം. എന്തായാലും ഈ ഒരു ക്യാൻഡിൽ ക്ലോസ് വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. അതിനുശേഷം ഒരു ഡിസിഷനിലേക്ക് വരാം. ഇവിടുന്ന് ഒരു എൻട്രി കിട്ടുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ പ്രീ മാർക്കറ്റ് കണ്ടായിരുന്നു. പ്രീ മാർക്കറ്റിൽ 600 വരെയൊക്കെ 24,600 വരെയൊക്കെ ആയിരുന്നു ട്രേഡ് ചെയ്തത്. സോ അപ്സൈഡ് മൂവ്മെൻറ്റ് ഉണ്ടാവാൻ സാധ്യത ഉണ്ട്. നമുക്ക് ഈ ഒരു 450 ആ ഒരു ഏരിയ ടാർഗറ്റ് വയ്ക്കാം. ഇതിൽ നമുക്ക് വോളിയുണ്ട്, പ്രീമിയത്തിൽ വോളിയുണ്ട്. ഈ ഒരു ഏരിയയിൽ എൻട്രി കിട്ടിക്കഴിഞ്ഞാൽ SL നമുക്ക് 110 വെച്ചാൽ 20 പോയിൻറ്റ്സിൻ്റെ SL കിട്ടും. 20 പോയിൻറ്റ്സ് SL ഇസ് ഗുഡ് ഇൻ നിഫ്റ്റി. TP നമുക്ക് ഈ ഒരു ലെവൽ 190 നമുക്ക് ടാർഗറ്റ് വയ്ക്കാം. ഓക്കെ, ഈ വോളിയം സാറ്റിസ്ഫൈങ് ആണ്. സോ ഇതൊന്ന് 31. ഓക്കെ, നമ്മളിവിടെ എൻട്രി ചെയ്യുകയാണ് ഈ ഒരു ട്രേഡിൽ. എങ്ങനെയാണ് ഇത് നമുക്കിന്ന് ഔട്ട്പുട്ട് തരാൻ പോകുന്നതെന്ന് നോക്കാം. സോ ഇതൊരു റിസ്ക് റിവാർഡ് ബേസ് നോക്കുകയാണെങ്കിൽ 2.93 റിസ്ക് റിവാർഡ് ഉണ്ട്. ഞാൻ SL മാത്രമേ വെച്ചിട്ടുള്ളൂ, TP വെച്ചിട്ടില്ല. ഈ ഒരു ഏരിയയിലത്തെ ബിഹേവിയർ നമുക്ക് എഗെയിൻസ്റ്റ് ആണെങ്കിൽ നമുക്ക് അവിടെ എക്സിറ്റ് ചെയ്യാം. അത് ബ്രേക്ക് ഔട്ട് കിട്ടുകയാണെങ്കിൽ പിന്നെ മുകളിലത്തെ ടാർഗറ്റിന് വേണ്ടി നമുക്ക് വെയിറ്റ് ചെയ്യാം. ഈ മുകളിലത്തെ ടാർഗറ്റ് ഇവിടെ വരാനുള്ള കാരണം നമ്മളിത് ഹയർ ടൈം ഫ്രെയിമിലേക്ക് വരുമ്പോൾ 1 ഹവറിലേക്കൊക്കെ വരുമ്പോൾ ഈ മുകളിൽ ആ ടാർഗറ്റ് അതാണെന്ന് പറയാനുള്ള കാരണം 1 ഹവറിലേക്കൊക്കെ വരുമ്പോൾ അടുത്തൊരു ഈ ഒരു ഏരിയയിൽ നിന്ന് പോന്നിട്ട് പിന്നെ ഒരു സ്വിങ് ഹൈ കാണിക്കുന്ന ഈ ഒരു ഏരിയ ആണ്. അപ്പോൾ ഇവിടുന്ന് നല്ല ബൈ വന്ന് ടാപ്പ് ചെയ്തിട്ടുള്ള ഏരിയ ആണ്. ഇവിടെ നല്ല സെല്ലിങ്ങും ഉണ്ട്. ഇതൊരു വിക്കാണ്. 15 മിനിറ്റിലേക്ക് വരികയാണെങ്കിൽ നമുക്ക് കാണാം മുകളിൽ പോയി ആ ഒരു ഏരിയ ടാപ്പ് ചെയ്തു തിരിച്ചു വന്നു. അപ്പോൾ ആ ഒരു ഏരിയ വീണ്ടും ഒന്ന് ടെസ്റ്റ് ചെയ്യാനുള്ള ഒരു സാധ്യത നമുക്ക് തള്ളിക്കളയാൻ പറ്റത്തില്ല. സോ ഇതൊരു റെസിസ്റ്റൻസ് ആണ്. അപ്പോൾ അവിടെ വരെ പോയില്ലെങ്കിൽ കൂടി നമുക്കൊരു 440-450 എന്നൊക്കെ പറയുന്ന, അതായത് ഇവിടുന്ന് ഏതാണ്ട് ഒരു 100 പോയിൻറ്റിൻ്റെ മൂവ്മെൻ്റ് ആണ് അപ്സൈഡിലേക്ക്. അത് ഞാൻ ഇത്രയും വലിയ ടാർഗറ്റ് വെക്കാൻ കാരണം പ്രീ മാർക്കറ്റിൽ ഞാൻ മാർക്കറ്റ് നോക്കിയിരുന്നു. പ്രീ മാർക്കറ്റിൽ അത് 24,500 മേലെ 24,600 റേഞ്ചിലൊക്കെ ട്രേഡ് ചെയ്തിരുന്നു. അതുകൊണ്ടാണ് ഈ ഒരു ടാർഗറ്റ് വെക്കുന്നത്. ഇനിവേ നമുക്ക് നോക്കാം ഇതെങ്ങനെയാണ് ഇന്നത്തെ ദിവസം നമുക്ക് ഫേവറബിൾ ആവുമോ ഇല്ലയോ. കഴിഞ്ഞ 2 ദിവസങ്ങളിൽ അനാലിസിസും ട്രേഡ് എൻട്രി സെറ്റപ്പുകളും എല്ലാം മികച്ചതായിരുന്നു. അതിൻ്റെയൊക്കെ എക്സ്പ്ലനേഷൻ വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. താല്പര്യമുള്ള ആളുകൾക്ക് കാണാവുന്നതാണ്. ഡേ ഹൈ ബ്രേക്ക് എന്നാൽ നല്ലൊരു മൂവ്മെൻറ്റ് സൈഡിലേക്ക് കിട്ടുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഇല്ലെങ്കിൽ നമുക്ക് 20 പോയിൻറ്റ്സ് സ്റ്റോപ്പ് ലോസ് പോകും. കുഴപ്പമൊന്നുമില്ല. നമ്മൾ ഇന്നലെ ഒരു 55 പോയിൻറ്റ്സ് ബുക്ക് ചെയ്തിരുന്നു. ഇന്നലെ ഒരു 57 പോയിൻറ്റ്സ് ബുക്ക് ചെയ്തിരുന്നു. അതിന് മുമ്പത്തെ ദിവസം 55 പോയിൻറ്റ്സ് ബുക്ക് ചെയ്തിരുന്നു. അതിന് മുമ്പത്തെ 2 ദിവസം നമുക്ക് ലോസ് ആയിരുന്നു. ആദ്യത്തെ മൺഡേ ഒരു
10 പോയിൻറ്റ്സിൻ്റെ ലോസും ട്യൂസ്ഡേ ഒരു 15 പോയിൻറ്റ്സിൻ്റെ ലോസ് ആയിരുന്നു ഇൻ പ്രീമിയം. സോ രണ്ടും കൂടെ കൂട്ടിയാലും ഒരു 25 പോയിൻറ്റ്സിൻ്റെ ലോസ് ഈ വീക്ക് നമ്മൾ ബുക്ക് ചെയ്തിട്ടുണ്ട്. 100 പോയിൻറ്റ്സിന് മുകളിൽ പ്രോഫിറ്റ് ബുക്ക് ചെയ്തിട്ടുണ്ട്. സോ റിസ്ക് റിവാർഡ് പോയിന്റ് ഓഫ് വ്യൂവിൽ നമ്മൾ നോക്കുമ്പോൾ മികച്ച രീതിയിൽ പെർഫോം ചെയ്യുകയാണ് ഈ വീക്ക്. സോ ഇന്ന് ഈ ഒരു ട്രേഡ് SL പോയാലും നമുക്ക് അധികം വലിയ ഡെൻറ്റ് സംഭവിക്കാനില്ല. പക്ഷേ നമ്മളിത് മാക്സിമം നോക്കാം എങ്ങനെയാണ് ഇത് റിയാക്ട് ചെയ്യാൻ പോകുന്നതെന്ന്. ഓക്കെ, നമ്മുടെ ഇൻഡെക്സ് ഡേ ഹൈയുടെ അടുത്ത് ട്രേഡ് ചെയ്യുന്നുണ്ട്. ഇവിടുന്നൊരു റീട്രേസ്മെൻറ്റ് പോലെയാണ് ക്യാൻഡിൽ ഇപ്പോൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന റെഡ് ക്യാൻഡിലാണ്. എനിവേ നമുക്ക് നമ്മുടെ SL ഒന്ന് ട്രെയിൽ ചെയ്ത് വെക്കാം. SL നമുക്ക് ട്രെയിൽ ചെയ്ത് 110 ആണല്ലോ വെച്ചത്. ഇതൊരു ഈ ഒരു സിംഗിൾ ലോഡ് അടിയിലേക്ക് 115 വയ്ക്കാം. കാര്യം സ്ട്രോങ് ആയിട്ട് VWAPന് മുകളിൽ ട്രേഡ് ചെയ്യുന്നുണ്ട്. വലിയൊരു സെൽ ഓഫ് വന്നാലും നമുക്ക് പ്രീമിയത്തിലൊരു കുറച്ചൊരു അഡ്ജസ്റ്റ്മെൻറ്റ് ചെയ്യുന്നത് നല്ലതാണ്. അതുകൊണ്ട് ഒരു 115 നമുക്ക് SL ട്രെയിൽ ചെയ്ത് വെക്കാം. ഇതിന് മുകളിലൊരു ക്ലോസ് ഒക്കെ തന്നാൽ നമ്മുടെ ഈ ടാർഗറ്റ് അച്ചീവ് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. പക്ഷേ മാർക്കറ്റ് ഇവിടുന്ന് സെല്ലിങ് കാണിക്കുന്നത് 1.45 CPR ഉണ്ട്. CPR ബുള്ളിഷാണ്. സോ നമുക്ക് ഈ ഒരു ട്രേഡിൽ എന്തായാലും ഹോൾഡ് ചെയ്യാം. ബ്രേക്കൗട്ട് കിട്ടിയാൽ നല്ല മൂവ്മെൻറ്റ് കിട്ടും. കിട്ടിയിട്ടില്ലെങ്കിൽ നമ്മുടെ 15 പോയിൻറ്റ്സ് SL നമുക്ക് ഇറങ്ങും. സോ നമ്മുടെ 15 റുപ്പീസിൻ്റെ സ്റ്റോപ്പ് ലോസ് പോയിട്ടുണ്ട്. മാർക്കറ്റ് റേഞ്ചിൽ തന്നെയാണ്. നമ്മുടെ ഇൻഡെക്സ് എൻട്രിയുടെ ഏരിയയിൽ തന്നെയാണ് നിൽക്കുന്നത്. പക്ഷേ പ്രീമിയം ഭയങ്കരമായിട്ട് ഡ്രോപ്പ് ആയിട്ടുണ്ട്. അങ്ങനെയാണ് സ്റ്റോപ്പ് ലോസ് പോയത്. നമുക്കൊരു സെക്കൻഡ് ട്രേഡ് ഒന്ന് അറ്റംപ്റ്റ് ചെയ്ത് നോക്കാം. ഇവിടെ ഇങ്ങനെ ഒരു ട്രെൻഡ് ലൈൻ വന്നിട്ടുണ്ടായിരുന്നു. ആൻഡ് നമ്മുടെ PCRും അതിനനുസരിച്ച് ഡ്രോപ്പായി. 1.44 ആയിരുന്നത് 1.26 വന്നിട്ടുണ്ട്. ഷോർട്ട് ബിൽഡപ്പാണത്. പിന്നെ നമ്മുടെ ഇവിടെ ഒരു പ്രോപ്പർ നല്ല ക്ലോസും തന്നിട്ടുണ്ട്. സോ നമുക്കിത് എൻട്രി ചെയ്യാം. എൻട്രി ചെയ്തിട്ട് ഈ ഒരു ഏരിയ ഈ ഒരു 255 ടാർഗറ്റായിട്ട് വയ്ക്കാം. ഇവിടെയാണ് എൻട്രി ചെയ്യുന്നത്. SL വലിയ SL വയ്ക്കേണ്ട ആവശ്യമില്ല. തിരിച്ച് നമ്മുടെ ഇൻവാലിഡേറ്റ് ആവുകയാണെങ്കിൽ നമുക്കപ്പോൾ തന്നെ ഇറങ്ങാം. ഇവിടുന്ന് ഒരു അധികം പോയിൻറ്റ്സ് ഒന്നുമില്ല, ഒരു 50 പോയിൻറ്റ്സിൻ്റെ ഇതാണുള്ളത്. നമുക്കിപ്പോൾ തന്നെ എൻട്രി ചെയ്തേക്കാം. ഇവിടെ ഒരു നല്ല വോളിയം ക്യാൻഡിൽ ഉണ്ടായിട്ടുണ്ട്. SL നമുക്ക് വളരെ മിനിമം വയ്ക്കാം. 112 91 SL, അറൗണ്ട് 20 പോയിൻറ്റ്സിൻ്റെ SL. നമ്മുടെ ആദ്യത്തെ ട്രേഡ് ഫില്ലായിരുന്നു. 15 പോയിൻറ്റ്സ് നമ്മൾ കൊടുത്തു. ഈ ഒരു ഗ്യാപ്പ് ഫില്ലാണ് നമുക്ക് ടാർഗറ്റായിട്ട് വെച്ച് നോക്കാം. എന്നിട്ട് നമുക്ക് 3 o'clock വന്നിട്ട് എങ്ങനെയാണെന്ന് വെച്ചാൽ അതിനനുസരിച്ച് നമുക്ക് എക്സിറ്റ് ചെയ്യണോ വേണ്ടോ എന്ന് തീരുമാനിക്കാം. സോ ഇവിടെ നമുക്ക് എഗെയിൻ ഈ ഒരു നമ്മുടെ സാധാരണ നമ്മൾ ചെയ്യാറുള്ള അതേ സെറ്റപ്പാണ്. നമുക്കിവിടെ ഒരു ട്രെൻഡ് ലൈൻ ഉണ്ടായിട്ടുണ്ടായിരുന്നു. അത് ബ്രേക്ക് ഡൗൺ തന്നു. PCR കുറഞ്ഞു വരുന്നുണ്ടായിരുന്നു. അതോടൊപ്പം തന്നെ ഇവിടെ ഒരു ബുൾ സൈഡിലേക്ക് നമുക്ക്, അതായത് പ്രീമിയത്തിൽ, പുട്ടിൻ്റെ പ്രീമിയത്തിൽ നല്ല വോളിയമുള്ള 2 ഗ്രീൻ ക്യാൻഡിൽസ് കിട്ടി. VWAPൻ്റെ മുകളിൽ ക്ലോസും കിട്ടി. ഇതാണ് നമ്മുടെ ഷോർട്ട് സൈഡിലേക്കുള്ള സെറ്റപ്പ്. ബട്ട് സ്റ്റിൽ ഇവിടെ ഡേ ലോ പ്രൊട്ടക്റ്റഡ് ആണെങ്കിൽ നമുക്ക് ഇതും ഇന്ന് SL പോകാനുള്ള സാധ്യതയുണ്ട്. അത് ഓക്കെയാണ്, കുഴപ്പമില്ല. പക്ഷേ ഈ ഒരു ബ്രേക്ക് ഡൗൺ കിട്ടിയാൽ നമുക്ക് നല്ലൊരു മൂവ്മെൻറ്റ് ഇവിടെ കിട്ടാനുള്ള സാധ്യത തള്ളിക്കളയാൻ പറ്റില്ല. നമുക്ക് 15 മിനിറ്റ്സിലൊന്ന് നോക്കാം എങ്ങനെയാണ് ഇതിൻ്റെ ബിഹേവിയർ എന്ന്. 15 മിനിറ്റ്സിൽ നല്ല സെല്ലിങ് വരുന്നുണ്ട്. ഇതിൽ കുറച്ച് ഏർലി എടുക്കാമായിരുന്നു. പക്ഷേ ആദ്യം ഒരു ട്രേഡ് SL പോയതുകൊണ്ടാണ് കുറച്ച് നേരം വെയിറ്റ് ചെയ്തത്. ഇവിടെയൊക്കെ നമുക്ക് എൻട്രി കിട്ടിയേനെ. അങ്ങനെ പെട്ടെന്ന് നമ്മൾ ജമ്പ് ചെയ്യേണ്ട ആവശ്യമില്ല ട്രേഡുകളിലേക്ക്. ഈ ഒരു നമുക്ക് നോക്കാം. ഇവിടെ നിന്ന് ഇനിയിപ്പോൾ ഒരു റീട്രേസ്മെൻറ്റ് വന്ന് SL അടിക്കുന്നുണ്ടെങ്കിൽ ഇറ്റ്സ് ഓക്കെ, ഒന്നും ചെയ്യാനില്ല. അതിനകത്ത് ഓൾറെഡി എൻട്രി ചെയ്ത് കഴിഞ്ഞു. നമുക്ക് വെയിറ്റ് ചെയ്യാം എന്താണ് ഇതിൻ്റെ റിസൾട്ട് എന്ന്. സോ ഈ ട്രേഡ് നമുക്ക് അനുകൂലമായിട്ട് നീങ്ങുന്നുണ്ട്. ഈ ഒരു 255 ഏരിയ ഞാനൊന്ന് മോണിറ്റർ ചെയ്യും. അവിടെ എത്തിക്കഴിഞ്ഞാൽ അവിടുത്തെ ബിഹേവിയർ അനുസരിച്ച് അന്നേരം എക്സിറ്റ് ചെയ്യണോ അത് ഈ ഒരു 200 to 12 ഏരിയയിലോട്ട് ഹോൾഡ് ചെയ്യണമെന്ന് ഡിസൈഡ് ചെയ്യും. 112 നമ്മുടെ എൻട്രി ചെയ്തിരിക്കുന്നത്. 126 ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഒരു 14 പോയിൻറ്റ്സ് നമ്മൾ പ്ലസ്സിൽ ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. 140 വരെ പോയിരുന്നു. അത് കഴിഞ്ഞ് റീട്രേസ് ചെയ്താണ്. ഇവിടെ ഈ 15 മിനിറ്റ്സിൻ്റെ ഈ ഒരു റേഞ്ചും ബ്രേക്ക് ഡൗൺ തന്നിട്ടുണ്ട്. അടിയിൽ ക്ലോസും തന്നിട്ടുണ്ട്. പക്ഷേ ഇവിടുന്ന് റിജക്റ്റ് ചെയ്യുന്നുണ്ട്. എന്തായാലും നോക്കാം. നമുക്ക് കുറച്ച് നേരം കൂടെ വെയിറ്റ് ചെയ്യാം. SL നമുക്കൊരു 21 പോയിൻറ്റ്സിൻ്റെ SL ഉണ്ട്. 200 ഇവിടെ ടാർഗറ്റ് വയ്ക്കാൻ കാരണം ഈ ഒരു ഗ്യാപ്പ് ഫില്ല് ചെയ്യാൻ പ്രീമിയം ട്രൈ ചെയ്ത് കഴിഞ്ഞാൽ അത് കിട്ടാൻ വേണ്ടിയിട്ടാണ്. 200 ആണ് വെച്ചിരിക്കുന്നത്. 200 അതിനിടയ്ക്ക് നമുക്ക് 3 o'clock ആ സമയത്ത് അതുവരെ ഈ ഒരു ട്രേഡ് സസ്റ്റെയിൻ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ആ സമയത്തെ ബിഹേവിയർ നോക്കിയിട്ട് നമുക്ക് ഇടയ്ക്ക് എക്സിറ്റ് ചെയ്യാൻ പറ്റും. അല്ലെങ്കിൽ ഈ ലെവലിലേക്ക് എത്തുമ്പോൾ നമുക്ക് ബിഹേവിയർ നോക്കിയിട്ട് എക്സിറ്റ് ചെയ്യാൻ പറ്റും. ഇവിടെ ബ്രേക്ക് ഡൗൺ ഒക്കെ ഒറ്റ ക്യാൻഡിലൊക്കെ കിട്ടുമെന്നുണ്ടെങ്കിൽ നമുക്ക് ഹോൾഡ് ചെയ്യാൻ പറ്റും. അതുകൊണ്ടാണ് ഇത്രയും വലിയൊരു ടാർഗറ്റ് വെച്ചിരിക്കുന്നത്. എന്തായാലും ഞാൻ വീഡിയോ പോസ് ചെയ്യാണ്. കുറച്ച് കഴിയുമ്പോൾ എന്തായാലും എൻ്റെ റിസൾട്ടായിട്ട് വരാം. സമയം 2 മണിയോളം ആയിട്ടുണ്ട്. അപ്പോൾ ട്രേഡ് നമ്മുടെ ഡയറക്ഷനിൽ പോകുന്നുണ്ട്. എന്നാലും നമുക്ക്
സ്റ്റോപ്പ് ലോസ് ഒന്ന് ട്രെയിൽ ചെയ്ത് ഒരു 100 എന്ന് പറയുന്ന ലെവലിലേക്ക് വയ്ക്കാം. അത് ഈ ഒരു ചെറിയ കൺസോൾട്ടേഷൻ ഏരിയയുടെയും താഴെയുള്ള ഭാഗമാണ്. സോ നമ്മുടെ ക്യാപിറ്റൽ കുറച്ചുകൂടി പ്രൊട്ടക്റ്റ് ചെയ്യാനത് സഹായിക്കും. ഓൾറെഡി രാവിലെ ഒരു $15 ഫോറക്സിൻ്റെ ഒരു ഹാങ് ഓവർ കൊണ്ടാണ് ഇടയ്ക്കിടയ്ക്ക് ഡോളേഴ്സ് എന്ന് വായിൽ വരുന്നത്. രാവിലെ തന്നെ നമുക്കൊരു 15 പോയിൻറ്റ്സ് സ്റ്റോപ്പ് ലോസ് പോയിരുന്നു. അപ്പോൾ ഈ ഒരു ട്രേഡിൽ ഈ ഒരു 20 കൂടെ പോയാൽ അത് വലിയൊരു നമ്പറായിരിക്കും. അപ്പോൾ അതുകൊണ്ട് നമുക്ക് തൽക്കാലം ഇതൊന്ന് ട്രെയിൽ ചെയ്തൊരു 100 വയ്ക്കാം. അപ്പോൾ നമുക്ക് ഈ ഒരു ട്രേഡിൽ ലോസ് ആവാൻ 12 രൂപയാണ് പ്രീമിയത്തിൽ ഇനിയുള്ളത്. ട്രേഡ് നമ്മുടെ ഡയറക്ഷനിൽ ഒരു 20 പോയിൻറ്റ്സ് മൂവ് ചെയ്തിട്ടുണ്ട്. പക്ഷേ നമ്മൾ പൊള്ളിയാണ്. ഡേ ലോ ബ്രേക്ക് ചെയ്തിട്ട് ഒരു റീടെസ്റ്റ് എന്നിട്ട് വീണ്ടും താഴോട്ട് വരുന്നുണ്ട്. അപ്പം പ്രോബബ്ലി ഇത് താഴോട്ട് തന്നെ ട്രേഡ് ചെയ്യേണ്ടതാണ് ഇനി. എന്തായാലും അല്പസമയത്തിന് ശേഷം നമുക്കിതിൻ്റെ ട്രേഡിൻ്റെ ഒരു റിസൾട്ട് എന്താണെന്ന് നോക്കാം. നമ്മുടെ ടാർഗറ്റ് അച്ചീവ് ചെയ്തു. അത് കഴിഞ്ഞ പക്ഷേ ബ്രേക്ക് ഡൗൺ തന്നില്ല. അത് റീട്രേസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. സോ നമ്മുടെ ട്രേഡ് ഇവിടെ എക്സിറ്റ് ചെയ്യാം. 130 എക്സിറ്റ് ചെയ്തിട്ടുണ്ട്. 112 കയറി 130 ഇറങ്ങി. സോ ഇന്നത്തെ ഡേ ഒരു ഏറെക്കുറെ ബ്രേക്ക് ഈവൻ ആയിട്ടാണ് പോയത്. 112 130 ഒരു 17 പോയിൻറ്റ്സ് നമുക്ക് ബുക്ക് ചെയ്യാൻ പറ്റി. രാവിലത്തെ ട്രേഡിലൊരു 15 പോയിൻറ്റ്സ് ലോസ് ആയിരുന്നു. ഓവറോൾ അത് ബ്രേക്ക് ഈവൻ ഡേ ആയിട്ട് നമുക്ക് കണക്ക് കൂട്ടാം. സോ ഇന്നത്തെ ട്രേഡുകൾ നമ്മൾ നോക്കിയാൽ ആദ്യത്തെ നമ്മൾ ട്രേഡ് പ്ലാൻ ചെയ്തത് ഈ ഒരു മാർക്കറ്റ് ഗ്യാപ്പ് അപ്പ് ഓപ്പൺ ചെയ്തു, റീട്രേസ്മെൻറ്റ് തന്നു, കൺസോൾട്ടേഷൻ തന്നു. അതിനുശേഷം ഇങ്ങനെ ഒരു ട്രെൻഡ് ലൈൻ പോലത്തെ ഒരു പാറ്റേൺ ഉണ്ടാക്കി. അപ്പോൾ അതിനെ ബ്രേക്ക് ഔട്ട് തന്നപ്പോൾ നമ്മൾ PCRൻ്റെയും പ്രീമിയത്തിൻ്റെ ഒക്കെ ബിഹേവിയർ നോക്കിയിട്ട് എൻട്രി എടുത്തു. നമ്മുടെ ടാർഗറ്റ് പ്രീ മാർക്കറ്റ് സെഷനിൽ ട്രേഡ് ചെയ്തുകൊണ്ടിരുന്ന ഒരു ഏരിയ ഒക്കെയാണ്. ബ്രേക്ക് ഔട്ട് കിട്ടുമെന്ന് വിചാരിച്ചു, കിട്ടിയില്ല. ഹൈ ടാപ്പ് ചെയ്തിട്ട് സെൽ ഓഫ് വന്നു. സോ ആദ്യത്തെ ട്രേഡ് നമ്മൾ എടുത്തിട്ട് സ്റ്റോപ്പൊക്കെ ട്രെയിൽ ചെയ്തിരുന്നു. 20 പോയിൻറ്റ്സ് ആയിരുന്നു ഫസ്റ്റ് നമ്മുടെ സ്റ്റോപ്പ് ലോസ് ഉണ്ടായിരുന്നത്. അത് നമ്മൾ ട്രെയിൽ ചെയ്ത് 15 പോയിൻറ്റ്സ് ആക്കി വെച്ചിരുന്നു. ആ സ്റ്റോപ്പ് ലോസ് ഈ ഒരു മൂവ്മെൻറ്റിൽ പോയി. ആദ്യത്തെ ട്രേഡിന് ശേഷം നമ്മൾ ഇങ്ങനെ ഒരു ട്രെൻഡ് ലൈൻ ഐഡൻറ്റിഫൈ ചെയ്തു. ട്രെൻഡ് ലൈൻ ബ്രേക്ക് ഡൗൺ ആയപ്പോൾ PCRും മറ്റു കാര്യങ്ങളൊക്കെ നോക്കി. ഇതൊരു കൺസോൾട്ടേഷൻ ഏരിയ ആയിരുന്നു. അപ്പോൾ അതിന് താഴെ ഒരു ക്യാൻഡിൽ ക്ലോസ് വന്നപ്പോൾ ഈ ഒരു പ്രീമിയത്തിൻ്റെയും കൂടെ ബിഹേവിയർ കൺസിഡർ ചെയ്ത് നമ്മൾ ഒരു ഷോർട്ട് സൈഡിലേക്കൊരു എൻട്രി ചെയ്തു. നമ്മളൊരു പുട്ട് ബൈ ചെയ്തു. അതിനുശേഷം നമ്മളുടെ ടാർഗറ്റ് പ്രീമിയത്തിലെ ഫസ്റ്റ് ടാർഗറ്റ് ഇതായിരുന്നു. 24,250 ആ ഒരു റേഞ്ച് ആയിരുന്നു. അത് ബ്രേക്ക് ഡൗൺ തന്നിരുന്നെങ്കിൽ 24,200 പോകുമെന്നാണ് നമ്മൾ വിചാരിച്ചത്. പക്ഷേ 24,250 നമ്മുടെ ഇൻഡെക്സിലെ ടാർഗറ്റ് അച്ചീവ് ചെയ്തു. ബ്രേക്ക് ഡൗൺ തന്നില്ല. പക്ഷേ നമ്മുടെ പ്രീമിയം അവിടുന്ന് ഡൗൺ ആയി. അപ്പോൾ നമ്മൾ ആ ഒരു ടൈമിൽ 3 o'clock ടൈമിൽ നമ്മൾ ട്രേഡിൽ നിന്ന് എക്സിറ്റ് ചെയ്തു. അപ്പോൾ ഇന്ന് ഓവറോള് ആദ്യത്തെ ട്രേഡിൽ 15 പോയിൻറ്റ്സ് പ്രീമിയത്തിൽ ലോസ്, രണ്ടാമത്തെ ട്രേഡിൽ 17 പോയിൻറ്റ്സ് പ്രീമിയത്തിൽ പ്രോഫിറ്റ്. ഓവറോൾ നമുക്കൊരു 2 പോയിൻറ്റ്സിൻ്റെ പ്രോഫിറ്റ് ഉണ്ട്. പക്ഷേ അതിൽ കൂടുതൽ 2 ട്രേഡിനും കൂടി ചാർജ് ആവുന്നുണ്ട്. അപ്പോൾ അത്രയായിരുന്നു ഇന്നത്തെ ട്രേഡ്. നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് മൺഡേ കാണാം. Thank you so much for watching the video.